ഇന്ന് ഞാൻ വന്നിരിക്കുക ബട്ടർ മഷ്റൂം മസാലയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. റെസ്റ്റോറൻറ്റിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കും. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി ഒത്തിരി വില കൊടുത്ത് നമുക്ക് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ 2 തക്കാളി ഒരു മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് ഒരു 10 കാഷ്യനട്ട് ഞാനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഞാനാണെങ്കിൽ ചൂടുവെള്ളത്തിൽ നിന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറത്തേക്ക് അതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ചെയ്താൽ മതി. 2-3 ടേബിൾ സ്പൂൺ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് 3-4 ഗ്രാമ്പു, കറുവാപ്പട്ട, പിന്നെ ഒരു ബേ ലീഫും നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കഴിയുമ്പോൾ 2 സവാള ഞാനാണെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് വേണേൽ അരിഞ്ഞെടുക്കാനായിട്ട് അതും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ നേരം കൊണ്ട് മഷ്റൂം നമുക്കിതൊന്ന് ചോപ്പ് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കഴുകിയിട്ട് എന്താണെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്നുള്ള ക്ലീനായിട്ടുള്ള തുണിയും കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കണേ. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ ചെറുതാണെങ്കിൽ 4 മുറിച്ചാൽ മതി. ഇച്ചിരി വലിയ മഷ്റൂം ആണെങ്കിൽ അതനുസരിച്ച് ഒരു 6 പീസ് വരെ ആക്കാം കേട്ടോ എണ്ണത്തിന്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണേ ഇട്ട് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് സോത്തയായി മസാലയ്ക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ച് നമുക്കൊന്ന് വേവിക്കാം കേട്ടോ. ഇതൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. പറ്റുവാണെങ്കിൽ ഒരു വട്ടം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ മഷ്റൂം എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഞാൻ ഇച്ചിരി ഫ്രഷ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് കാരണം കൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നു. ഇപ്പോൾ കണ്ടില്ലേ, കടായിനൊക്കെ വിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നില്ല, അതും കൂടെ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്താൽ മധുരിക്കത്തില്ല കേട്ടോ. ഈ ഉപ്പും എരിവും എല്ലാം നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്ന പുളിയൊക്കെ കേട്ടോ. അത് കാരണം കൊണ്ട് അത് തീർച്ചയായും ഇട്ട് കൊടുക്കണേ. എന്നാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് മഷ്റൂം അകത്ത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് മസാലയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ വീട്ടിലത്തെ പാൽപ്പാടയാണേ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഇതെല്ലാം വിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഒന്ന് ഗ്രേവി ഒന്ന് വേണം തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ട, നന്നായിട്ട് കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്ന പാകം മതിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഇത് ഒരു വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് കണ്ടോ, മഷ്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് എത്രയധികം വെള്ളമായത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അടച്ച് ഒന്ന് കുറുകി വരുന്ന പാകം മതി കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി സെറ്റായി വരുവേ. ഇത് ഇത്രയും മതി. അപ്പം കുറച്ച് മല്ലിയിലും കൂടെ വെതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ മഷ്റൂം മസാല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.